ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ ആണ്. ഫോർ ദാറ്റ് പേർപ്പസ് നമ്മളിവിടെ ഒരു ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ എടുത്തിട്ടുണ്ട്. ആ ചാനൽ സെക്ഷൻ്റെ മാക്സിമം വാട്ടർ ഡെപ്ത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടം വരെയാണ്. ഓക്കെ, എന്നിട്ട് സെൻട്രൽ ആക്സിസ് വരച്ചിരിക്കുന്നു. ഈ ആംഗിൾ ആൽഫ, ഇതും ആൽഫ. ഇവിടെ നിന്ന് വാട്ടർ ഡെപ്ത് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ലെറ്റ് ദിസ് ബി വൈ. ഓക്കെ, സ്ലോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 in z. ഫൈൻ. അപ്പോൾ 1 in z എന്ന് പറയുമ്പോൾ ഒരു വൺ യൂണിറ്റ് ഓഫ് വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് z ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വാട്ടർ ഡെപ്ത് y വെർട്ടിക്കലാണ്. y വെർട്ടിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും ഹൊറിസോണ്ടൽ ഡെപ്ത് പോയിട്ടുണ്ടാവുക? zy ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയാം? zy എന്ന് പറയാം. ഓക്കെ, സോ ഇഫ് ഐ മാർക്ക് ട്രപ്പീസോയിഡൽ ലൈനിൻ്റെ ടോപ്പ് മോസ്റ്റ് ലൈൻ എ ബി സി എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ബി സി എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? ZY ആയിട്ട് മാർക്ക് ചെയ്യാം. ഓർ എ സി എന്ന് പറയുന്നത് എന്തായിട്ട് മാർക്ക് ചെയ്യാം? എനിക്ക് 2BC ആയിട്ട് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2ZY എന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമ്മളിതിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കാണേണ്ടതാണ്. പക്ഷേ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണ്? വൈയും 1:z എന്നുള്ള റേഷ്യോയും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് അധികം തന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ BC ഈക്വൽ ടു ZY അല്ലെങ്കിൽ AC ഈക്വൽ ടു 2BC ഈക്വൽ ടു 2ZY ആണ് എന്ത് നമ്മുടെ ടോപ്പ് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് അതായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദിസ് ഈസ് OB, ഈ അപെക്സ് പോയിന്റ് ഞാൻ O എന്ന് കൊടുത്തു. OB എത്രയാണെന്ന് അറിയാം. എത്രയാണ് OB? OB ഈസ് ഈക്വൽ ടു Y ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഡീറ്റെയിൽസ് ആയി. ഒന്ന് BC ഈക്വൽ ടു 2ZY ആയി, OB ഈക്വൽ ടു Y ആയി. ഇനി നമ്മൾ ഈ ഏരിയ കണ്ടുപിടിച്ച് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിച്ച് പെരിമീറ്ററിനാണ് നമ്മൾ മിനിമം പെരിമീറ്റർ ആണെങ്കിൽ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ എന്ന് പറയും അല്ലേ. ആ മിനിമം പെരിമീറ്ററിന് ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു Y അല്ല പറയുക, വിത്ത് റെസ്പെക്ട് ടു ദ ആംഗിൾ ആൽഫയാണ് പറയുക. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ കംപ്ലീറ്റ് ഏരിയയുടെ ഇക്വേഷൻ ആയാലും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ ആയാലും ഇൻ ടേംസ് ഓഫ് ആൽഫയിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രയാങ്കിൾ AOB എടുക്കുവാണ്. ലെറ്റ് ദ ട്രയാങ്കിൾ ബി AOB. ഓക്കെ, ആ ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പോവാണ്. സോ വാട്ട് ഈസ് ടാൻ ആൽഫ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, റൈറ്റ്? സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് opposite side by adjacent side, AB by OB. ഓക്കെ, OAB എന്താണ്? ZY ആണ്. ZY by OB എന്താണ്? ഡെപ്ത് ഓഫ് വാട്ടർ Y ആണ്. അപ്പോൾ ടാൻ ആൽഫ എന്താണ്? നമുക്ക് ഈക്വൽ ടു Z എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ എവിടെയൊക്കെ Z വരുന്നു അതിന് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം? വിച്ച് ഷുഡ് ബി റീപ്ലേസ് ബൈ ടാൻ ആൽഫ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദറ്റ് ഈസ് ഈക്വൽ ടു ZY by Y. ദിസ് ഈസ് ഈക്വൽ ടു Z. സിമിലർലി നമ്മളിവിടെ സീക്ക് ആൽഫയും കൂടി കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സപ്പോസ് ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് കോസ് ആൽഫ അല്ലേ. അപ്പോൾ നമുക്ക് സീക്ക് ആൽഫയും കൂടി കണ്ടുപിടിക്കാം. സോ സീക്ക് ആൽഫ ഈസ് ഈക്വൽ ടു 1 by cos ആൽഫ ആണല്ലേ. അപ്പോൾ 1 by cos ആൽഫ പറയുമ്പോൾ 1 by cos ആൽഫ പറയുമ്പോൾ adjacent side by hypotenuse ആണ്. So what is adjacent side? Adjacent side is OB by hypotenuse is AO. So this is equal to AO by OB എടുക്കാം. ഓക്കെ, OB നമുക്കറിയാം Y ആണ്. AO എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പം നമുക്ക് ഇത് Y ആണെന്ന് അറിയാം, ഇത് ZY ആണെന്ന് അറിയാം. അപ്പം നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുകൂടെ? റൂട്ട് ഓഫ് Y² പ്ലസ് ZY² ആണ്. അപ്പോൾ Y² പ്ലസ് ZY² എന്ത് ചെയ്യാം? Y പുറത്തേക്ക് എടുത്താൽ Y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ZY² കിട്ടും. അതായത് അത് അറിയേണ്ടവർക്ക് നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന ഇതിൽ ഇത് ZY ആണ് തന്നിട്ടുണ്ട്, ഇത് Y ആണ് തന്നിട്ടുണ്ട്. അതായത് Y, ഇത് ZY. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ എടുക്കാം? റൂട്ട് ഓഫ് Y² പ്ലസ് Z² Y². അതാണ് നമ്മളിവിടെ ടോപ്പിലേക്ക് AO ആയിട്ട് എടുത്തിരിക്കുന്നത്. AO ഈക്വൽ ടു Y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് Z². കാരണം ഇവിടുത്തെ Y² നമ്മൾ പുറത്തേക്ക് എടുത്തു, ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് Z² ഡിവൈഡഡ് ബൈ OB എത്രയാണ്? Y. സോ സീക്ക് ആൽഫ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് Z². ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻസിൽ എവിടെയൊക്കെയാണോ റൂട്ട് ഓഫ് 1 പ്ലസ് Z² വരുന്നത് അവിടെയൊക്കെ എന്ത് ചെയ്യണം? റീപ്ലേസ് ഇറ്റ് ബൈ സീക്ക് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് ഏരിയയിലേക്ക് വരാം. ഏരിയ പെരിമീറ്റർ. സോ ഫസ്റ്റ് വൺ ഈസ് ഏരിയ.
ഏരിയ ഈക്വൽ ടു, അപ്പോൾ ഏരിയ ഇവിടെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഒ ബി സി ആൻഡ് ഒ എ ബി. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ബി എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബേസ് ഈസ് സെഡ് വൈ ഇൻറ്റു എച്ച് ഈസ് ഡെപ്ത് ഓഫ് വാട്ടർ വൈ. ഹാഫ് സെഡ് വൈ സ്ക്വയർ ആണ് എന്ത്? ഒരു ട്രയാങ്കിളുടെ ഏരിയ. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ ആകുമ്പോൾ ഇൻറ്റു 2 എടുത്താൽ മതി. അപ്പോൾ ഏരിയ എത്ര വരും? ഏരിയ വിൽ ബി ഈക്വൽ ടു സെഡ് വൈ സ്ക്വയർ. ഓക്കെ, സെഡ് വൈ സ്ക്വയർ. ഹാഫ് ഇൻറ്റു സെഡ് ഇൻറ്റു വൈ ആണ്. അതിന് രണ്ട് ട്രയാങ്കിൾ ആകുമ്പോൾ ഇൻറ്റു 2 2 ക്യാൻസൽ ചെയ്ത് സെഡ് വൈ സ്ക്വയർ വരും. ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സെഡിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ടാൻ ആൽഫ വെച്ചിട്ടാണ്. സോ വൈ സ്ക്വയർ ടാൻ ആൽഫയാണ് നമ്മുടെ ഏരിയ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പെരിമീറ്റർ അതുപോലെ കണ്ടുപിടിക്കണം. സോ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ പെരിമീറ്റർ പേ ഈസ് ഈക്വൽ ടു നമ്മുടെ രണ്ട് സ്ലോപ്പിംഗ് സൈഡിന്റെ ലെങ്ത് ആണ്. ഒരു സ്ലോപ്പിംഗ് സൈഡിന്റെ ലെങ്ത് എത്രയാണ് നമ്മൾ പറഞ്ഞു? റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിന്റെയും കണ്ടുപിടിക്കണം. ഒരു സൈഡിന്റെ റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡിന്റെ എടുക്കണം. അപ്പോൾ രണ്ട് സൈഡിന്റെ എടുക്കുമ്പോൾ പെരിമീറ്റർ എത്ര വരും? 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും 1 പ്ലസ് സെഡ് സ്ക്വയർ വെച്ചിട്ട് റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയറിനെ സീക്ക് ആൽഫ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? 2y ഇൻറ്റു സീക്ക് ആൽഫ വരും. ഇനി ഇതിനെ വീണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് ഈ y എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് അറിയാം. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു y സ്ക്വയർ ടാൻ ആൽഫ ആണ്. സോ വാട്ട് ഈസ് y ഓവർ ദർ? y വിൽ ബി ഈക്വൽ ടു y സ്ക്വയർ വിൽ ബി ഈക്വൽ ടു a ബൈ ടാൻ ആൽഫ ആണ്. ഓക്കെ, സോ y വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് a ബൈ ടാൻ ആൽഫ ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് a ബൈ ടാൻ ആൽഫ. ടാൻ ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം? കോട്ട് ആൽഫ കൊടുക്കാം ഇൻറ്റു സീക്ക് ആൽഫ. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷനുമായി പെരിമീറ്ററിന്റെ ഇക്വേഷനുമായി. ഇനി ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, for maximum discharge, perimeter should be minimum. That means ഇവിടെ നമ്മൾ പറഞ്ഞു ഞാൻ എടുക്കുന്ന ബാക്കി ഡെപ്ത് ആയാലും ഏരിയ ആയാലും എല്ലാം കോൺസ്റ്റന്റ് ആണ്. only the angle alpha will be varying. So for this, to obtain the minimum perimeter, derivative of perimeter with respect to the angle alpha should be equal to 0. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കിയാലോ. സോ what you have to do is over here derivative of 2 into square root of a cot alpha into sec alpha, this is equal to 0. ഇനി ഈ a cot alpha sec alpha, square root of a cot alpha sec alpha, ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ. Let I do it over here separately. You have 2 into square root of a cot alpha into sec alpha. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 into root of a into what is cot alpha? That is cos alpha by sin alpha, right? So divided by root of sin alpha into what is sec alpha? 1 by cos alpha. അപ്പോൾ ഇതിൽ നിന്ന് സ്ക്വയർ റൂട്ട് ഓഫ് കോസ് ആൽഫ പോയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ വെച്ച് കഴിഞ്ഞാൽ 2 into root a divided by root of sin alpha cos alpha ആണ്. Okay, so again this can be simplified in another way. We know that what is sin 2 alpha. Sin 2 alpha is 2 sin alpha cos alpha അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇതിന് എന്ത് ചെയ്യാം? sin 2 alpha എന്ന് ഇടാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ മുകളിലേക്ക് 2 into root 2 ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഒരു റൂട്ട് മുകളിൽ കൊടുത്തുകൊണ്ട് താഴെ നമുക്ക് കൊടുക്കാം സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് sin 2 alpha ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്താ കൊടുക്കാം?
2 into root 2a divided by square root of sin 2 ആൽഫ ആക്കി എടുക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2 into root 2a. What is 1 by sin? 1 by sin is cosec. So root of cosec 2 alpha എന്ന് എഴുതാൻ പറ്റും. അതെന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ derivation with respect to alpha of 2 into square root of 2a into square root of cosec 2 alpha is equal to 0. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ്ലി ചെയ്യുക. അപ്പോൾ നമുക്ക് 2 into root of 2a കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. സോ ദിസ് square root of cosec 2 alpha ൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ that will be equal to cosec 2 alpha into cot 2 alpha എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് ഇതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് കോൺസ്റ്റന്റ് വാല്യൂ ഒരിക്കലും 0 ആവില്ല, കാരണം 2 ന്യൂമറിക്കൽ വാല്യൂ ആണ്, എ ഏരിയ ആണ്, അതൊരിക്കലും 0 ആവില്ല. അതേപോലെ cosec 2 ആൽഫ ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അപ്പോൾ ആകെ 0 ആവാൻ പറ്റുന്ന എന്താണ്, cot 2 ആൽഫയാണ്. സോ cot 2 ആൽഫ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ cot 90 ഈക്വൽ ടു 0 ആണ്. cot 90 ആണ് ഇവിടെ 0 ആയി വരിക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു 45 degree. So this is the condition for most economical triangular channel section. Alpha should be equal to 45 degree. അപ്പോൾ നമുക്ക് ആൽഫ കിട്ടി. ആൽഫ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അറിയാം. ഏരിയ നമ്മൾ എന്തായിരുന്നു കൊടുക്കുന്നത്, y സ്ക്വയർ ടാൻ ആൽഫ എന്നായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ y സ്ക്വയർ ടാൻ 45 degree എന്ന് കൊടുത്താൽ മതി. Or simply what is area of a most economical section, that will be equal to y square, because tan 45 is equal to 1. അപ്പോൾ area of a triangular channel section will be equal to y square for a most economical section. അതേപോലെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, റൂട്ട് 2 into root 2a into root 2 cosec 2 alpha ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം അതും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 2y into root 2 കിട്ടും. അതായത് ഏരിയ നിങ്ങൾക്ക് ഇവിടെ y സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ y എന്ന് കിട്ടും. എന്നിട്ട് root 2 cosec 2 ആൽഫ എന്ത് വരും, 1 ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് 2 into root 2y എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രയാങ്കുലർ ചാനൽ സെക്ഷനിൽ പറയാനുള്ളത്. കുറച്ച് സ്പീഡപ്പായി പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചറിയിക്കാം.